ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ട് ഭരിക്കുന്ന കാലത്ത് ഒരു യുവ സൈനികൻ ഗുരുതരമായ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഒരു ദിവസം സന്ധ്യാസമയത്ത് പള്ളിമണി അടിക്കുന്ന സമയം ഇവനെ വധിക്കുക എന്നതായിരുന്നു വിധിവാചകം. ഗ്രാമത്തിലുള്ള അവൻ്റെ ബന്ധുക്കളും അവനുമായി വിവാഹനിശ്ചയം നടത്തിയിരുന്ന പെൺകുട്ടിയും അതറിഞ്ഞു. ആ ദിവസം ഒലിവർ ക്രോംവെലിനെ കണ്ട് വധശിക്ഷ പിൻവലിപ്പിക്കുകയാണ് എന്ന ആഗ്രഹത്തോടെ പെൺകുട്ടി ആ പട്ടണത്തിലേക്ക് ഓടി. എന്നാൽ പട്ടണത്തിനടുത്തെത്തിയപ്പോഴേക്കും സന്ധ്യാകാറായി. അതുകൊണ്ട് അവൾ ദേവാലയത്തിലേക്ക് ഓടി. പള്ളിമണി തൂക്കിയിരുന്ന മണിമാളികയിലേക്ക് ഒരു വിധത്തിൽ അവൾ വലിഞ്ഞു കയറി. മണിയുടെ നാക്കിലെ പെൺകുട്ടി രണ്ട് കൈയും ചേർത്ത് പിടിച്ചിരുന്നു. സന്ധ്യാമണി അടിക്കുന്ന കപ്പ്യാർ കയറിൽ ആഞ്ഞു വലിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. വിധനായ കപ്പ്യാർ ഇതൊന്നും അറിയാതെ സ്ഥലം വിട്ടു. വധശിക്ഷ നടപ്പാക്കുന്ന മൈതാനത്ത് യുവാവും അധികാരികളും മണിമുഴക്കവും കാത്ത് ശിക്ഷ നടപ്പാക്കുവാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ ഇരുട്ടിക്കഴിഞ്ഞിട്ടും മണിയുടെ ശബ്ദം കേൾക്കാത്തതിനാൽ വിധി നടപ്പാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്ന രാജാവിനുമുന്നിലേക്ക് രണ്ട് കൈപ്പത്തികളും അരഞ്ഞ് രക്തമാർന്ന നിലയിൽ ആ പെൺകുട്ടി കയറിച്ചു. അവൾ നടന്നതെല്ലാം രാജാവിനോട് പറഞ്ഞു. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞ അദ്ദേഹം ആ യുവാവിന് മാപ്പ് കൊടുത്തു. ബന്ധങ്ങൾ പണിയപ്പെടണമെങ്കിൽ ത്യാഗപൂർണമായ സമർപ്പണം ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് തീർച്ചയായും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. ഒന്നാമതായി വിവാഹനിശ്ചയം മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ പുരുഷൻ മരിച്ചാലും മറ്റൊരാളെ അവൾക്ക് ഭർത്താവായി ലഭിക്കും. രണ്ടാമതായി അയാൾ കുറ്റം ചെയ്തിട്ടാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. എന്നാൽ അവളിലെ ആ പുരുഷനോടുണ്ടായിരുന്ന ആഴമായ സ്നേഹവും ബന്ധവും ആ സ്നേഹത്തിൽ അവളെ അതിനെ നിർബന്ധിച്ചു. തന്മൂലം ആ ബന്ധം നിലനിർത്തുന്നതിന് അവളാൽ ആകുന്ന ശ്രമം നടത്തുവാനും അതിനുവേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കുവാനും അവൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന യേശു ക്രിസ്തു തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചീന്തുവാൻ ഇടയായി. ഏതെങ്കിലും ഒടിഞ്ഞുപോയ ബന്ധങ്ങൾ പണിയുന്നതിനാണ് ക്രൂശിന്മേൽ കർത്താവ് നമുക്ക് പകരമായി മരിച്ചത്. കാൽവരി കാണിച്ച സ്വാർത്ഥരഹിതമായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കറയേറ്റ സത്യം നമുക്ക് അംഗീകരിക്കുവാൻ കഴിയണം. ആ നിസ്വാർത്ഥമായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മനസ്സ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പാപിയായ മനുഷ്യനോടുള്ള ദൈവസ്നേഹം പരിമിതികൾക്ക് അപ്പുറമാണ്. നഷ്ടപ്പെട്ട മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തെ അധികം സ്നേഹിക്കുവാനും ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കുവാനും കഴിയും. ക്രൂശിനെ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും.